ശുദ്ധമായ മുഹറം മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പ്രപഞ്ചം സംവിധാനിച്ചത് അള്ളാഹുവാണ്. ദിവസങ്ങളും മാസങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. സൂറത്ത് തൗബയിൽ ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു. അള്ളാഹു മാസങ്ങളെ നിർണയിച്ചത് 12 ആയിട്ടാണ്. 12 മാസങ്ങളാണ്. ഫീ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ നിയമത്തിൽ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ 12 മാസങ്ങളാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ഭൂമി എന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ മുതൽ 12 മാസങ്ങളാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശുദ്ധമായ മുഹറം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുഹറം എന്ന ഈ വിശുദ്ധ മാസമാണ് ഇസ്ലാമിലെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആദ്യത്തെ മാസം. സ്വാഭാവികമായ ഒരു സംശയം നമുക്ക് വരാം. മാസങ്ങളും ദിവസങ്ങളും നമ്മൾ ആചരിച്ചു പോരുന്നത് ഇത് ഇങ്ങനെ തന്നെയാണോ? നമ്മുടെ ഇന്നാണ് ഈ ദിവസം, നമ്മുടെ ഏത് ദിവസമാണോ അതാണ് എന്നതിന് എന്താണ് തെളിവ് എന്നൊക്കെ ഒരു പക്ഷേ യുക്തിചിന്തകൾക്ക് അടിമപ്പെടുന്നവർക്ക് ചോദിക്കാൻ കഴിയും. പക്ഷെ ഇസ്ലാമിൽ ഇതിന് മറുപടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുള്ള ഒരു ഹദീസ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത്, ഇന്ന الزمان قد استدار كهيئته يوم خلق السماوات والارض. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഹബീബിന്റെ വഫാത്തിന്റെ ഏകദേശം അടുത്ത കാലഘട്ടങ്ങളിലായി പ്രപഞ്ചത്തെ അള്ളാഹു എങ്ങനെ നിർണയിച്ചുവോ ആ നിർണിതമായ മാസവും ദിവസവും ഇന്ന് കൃത്യമായി വന്നിരിക്കുന്നു എന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതുവരെ മാസങ്ങളെ അങ്ങോട്ട് മാറ്റുകയും ഇങ്ങോട്ട് മാറ്റുകയും ചെയ്തിരുന്ന ആളുകളുണ്ട്. മാസങ്ങളെ വെച്ച് കളിച്ചിരുന്നവരുണ്ട്. മാസങ്ങളെ വിവിധ രീതിയിൽ ദുരുപയോഗം ചെയ്തവരുണ്ട്. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരാമർശം നടത്തുമ്പോൾ പ്രപഞ്ചം അതിന്റെ പൂർവ്വരൂപത്തിലേക്ക്, കൃത്യമായ ആ കൃത്യതയിലേക്ക്, മാസങ്ങളുടെയും ദിവസങ്ങളുടെയും കൃത്യതയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് ഹദീസിന്റെ അർത്ഥം. ഇന്ന സമാന ഖദ് ഇസ്തദാർ കഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. എന്നിട്ട് പറഞ്ഞു അസ്സനതു 12 ശഹ്റ, ഒരു വർഷത്തിൽ 12 മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 ഹുർമത്തുള്ളതാണ്. 3 മുതവാലിയാത്തുൻ, 3 ഹുർമത്തുള്ള മാസങ്ങൾ തുടരെയാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം വറജബ വല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ശഅബാനിന്റെയും ജുമാദയുടെയും ഇടയിലുള്ള റജബ് മാസവും, അങ്ങനെ മുഹറം, അതുപോലെ തന്നെ ദുൽഖഅദ, മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, ഇങ്ങനെ 4 മാസങ്ങൾ അള്ളാഹു പവിത്രമാക്കിയതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.